പാഡൊക്കെ മേടിക്കേണ്ട ആവശ്യം എന്തുവായിരിക്കും? നിനക്കൊരു തുണി അങ്ങ് മടക്കി വെച്ചാൽ പോരെ? അമ്മച്ചി ഇതാ ബില്ലും ബാക്കി 50 രൂപയും. ഞാൻ നിനക്ക് 2000 രൂപയല്ലേ തന്നു വിട്ടേ? അതിൽ 1850 രൂപയ്ക്ക് സാധനം മേടിച്ചു, 40 രൂപയ്ക്ക് ഓട്ടോയും വിളിച്ചു, ബാക്കി 60 രൂപ എത്തിയേ. ഇപ്പം നീ 50 രൂപ തന്നും ചെയ്തു, ബാക്കി 60 എത്തിയേ. അതമ്മച്ചി ഞാനൊരു ജ്യൂസ് കുടിച്ചു, നല്ല ചൂടാ പുറത്ത്, ദാഹം വന്നപ്പോൾ കുടിച്ചതാ. ആഹാ, നിന്നോട് ആരടി എന്നോട് ചോദിക്കാണ്ട് പൈസ ചിലവാക്കാൻ പറഞ്ഞേ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന്. ഇതേ എൻ്റെ മകൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയച്ചേർന്ന പൈസയാ, വെറുതെ ഇരുന്ന് തൂർത്തി ചിലവാക്കാനുള്ളതല്ല. അവള് വെള്ളം കുടിക്കാൻ വേണ്ടി പൈസ ചിലവാക്കിയേക്കുന്നത്. കൊള്ളാല്ല, എനിക്കിതൊരു ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അവൻ എൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇത് അയച്ചു തരുന്നേ. അമ്മച്ചിയുടെ മകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് തന്നെയല്ലേ. ചേട്ടായി അയച്ചു തരുന്ന പൈസയിൽ ഒരു ജ്യൂസ് കുടിച്ചെന്ന് വെച്ചിട്ട് എന്ത് പറ്റാനാ? നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ കേട്ടോ, എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ആയേന്ന്. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നിന്റെ അക്കൗണ്ടിലേക്കല്ലായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. അവൻ അവിടെ നിന്ന് അയച്ചു തരുന്ന പൈസ മുഴുവൻ നീ നിന്റെ ദരിദ്രവാസിയായ നിന്റെ ചേച്ചിക്ക് എടുത്തു കൊടുത്തു. അവനത് അറിഞ്ഞേ പിന്നെ എല്ലടി എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കാൻ തുടങ്ങിയത്. അവൻ്റെ പൈസ വല്ലോമാർക്കും എടുത്തു കൊടുക്കണ സ്വന്തം ഭാര്യയെ വിശ്വസിക്കാൻ കൊള്ളാണ്ട് അമ്മയുടെ പേരിൽ അയക്കാൻ തുടങ്ങി. എന്തിനു കൊള്ളാടി നിന്നെയൊക്കെ? നാണം കെട്ടവള്. എന്നിട്ട് അവള് ഞാൻ ചിലവിൽ കൊടുത്ത പൈസ എടുത്ത് ചിലവാക്കാൻ നിൽക്കുന്നത്. അല്ല, ചൂട് കാലമാണ്, വെയിലാണ്, ദാഹിക്കുകയൊക്കെ ചെയ്യും. നിനക്കൊരു പച്ചവെള്ളം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ പോരായിരുന്നോ? പുറത്തിറങ്ങി ജ്യൂസേ മാത്രമേ ഇറങ്ങത്തുള്ളൂ, നിന്റെ അണ്ണാക്കിലേക്ക് അതേ പറ്റുള്ളൂ. അവള് നേരത്തെ തീരുമാനിച്ചിട്ട് പോയി ജ്യൂസ് കുടിക്കണമെന്ന്. 60 രൂപ പോയ പോക്കേ. അമ്മച്ചി ഇങ്ങനെ കിടന്ന് വേവലാതിപ്പെടാൻ നിൽക്കണ്ട, ഞാൻ ചേട്ടായോട് പറഞ്ഞോളാം. കഷ്ടാണ്. ചേട്ടായോട് പറഞ്ഞേക്കാം. ഇവള് കുറെ ഉണ്ടാക്കിയത് കൊണ്ട് സ്വന്തം ഭാര്യ വിശ്വാസമില്ലാണ്ട് അമ്മയുടെ പേരിലേക്ക് അവൻ പൈസ അയച്ചുകൊണ്ടിരിക്കണത്. നാശം. ചേട്ടായിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവണില്ലേ? 1 രൂപ എൻ്റെ കയ്യിലില്ല. അമ്മച്ചിയുടെ അടുത്ത് എല്ലാത്തിനും എനിക്ക് ഇരക്കാന്ന് മടുത്ത്. ഇന്ന് ഞാൻ സാധനം മേടിക്കാൻ പോയിട്ട് ഒരു 60 രൂപയ്ക്ക് ഒരു ജ്യൂസ് കുടിച്ചാൽ അമ്മച്ചി എന്തൊക്കെ എന്നെ പറഞ്ഞെന്നറിയോ? എനിക്ക് എൻ്റെ കയ്യിലെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എന്തൊരു ഗതികെട്ട അവസ്ഥയിൽ ഞാൻ നിൽക്കണമെന്നറിയോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു 2000 രൂപയെങ്കിലും എൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് അയച്ചതാ. ബാക്കി ചിലവിനുള്ള പൈസയും ബാക്കി എല്ലാം എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എന്തായാലും അമ്മച്ചിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചോ. എനിക്കതൊന്നും ഞാൻ പരാതി പറയുന്നില്ല. പക്ഷെ ഒരു 2000 രൂപയെങ്കിലും അയച്ചതാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ എന്തെങ്കിലും ഒരു ജോലിക്ക് പറഞ്ഞു വിട്, അതിനെങ്കിലും ഒന്ന് സമ്മതിക്കേ. നടക്കില്ല വീണെ, ഞാൻ നിനക്ക് പൈസ അയച്ചു തന്നുകൊണ്ടിരുന്നതാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നീ നിന്റെ ചേച്ചിക്ക് അയച്ചു കൊടുത്ത്. നീ എന്തെങ്കിലും വില എനിക്ക് തന്നിട്ടുണ്ടോ? ചേച്ചിക്ക് അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ ഞാനൊന്ന് പൈസ കൊടുത്തത്. ചേച്ചി പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞായിരുന്നു, അത് പറ്റിപ്പോയി. അത് നീ എന്നോട് ഒരു വാക്ക് ചോദിക്കണമായിരുന്നു. എന്തായാലും നിന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഉണ്ടായതുകൊണ്ട് നീ എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ പിന്നെ വിളിക്കാം, കുറച്ച് തിരക്കാം. ഹലോ ഹലോ. അമ്മച്ചി എനിക്കൊരു 120 രൂപ തരുമോ? നിനക്കിപ്പോൾ എന്നത്തിനാ പൈസ? എനിക്ക് പീരിയഡ്സ് ആയി, പാഡ് വാങ്ങണം. ഇന്നാകുമെന്ന് വിചാരിച്ചില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ശരിക്കും ആവേണ്ടത്. ഇപ്രാവശ്യം നേരത്തെ ആയി. അറിഞ്ഞിരുന്നു ഞാൻ ഇന്ന് സാധനം മേടിക്കുമ്പോൾ മേടിച്ചേനെ. അയ്യോ, നിനക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിലവാണല്ലോ. ഈ പാഡൊക്കെ മേടിക്കേണ്ട ആവശ്യം എന്തുമായിരിക്കുന്നു? അതിന് ഇത്രയും വിലയാണെന്നോ? ഞാനൊക്കെ പണ്ട് തുണിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിനക്കൊരു തുണി അങ്ങ് മടക്കി വെച്ചാൽ പോരെ? ഇപ്പം എന്നാ തന്നെ എത്ര ഇവിടുന്ന് പൈസ ചിലവാക്കാനൊക്കെ നിൽക്കുന്നേ? അമ്മച്ചി തുണി കഴുകാനും ഉണക്കാനും ഒക്കെ നിൽക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാഡാകുമ്പോൾ സുഖമായിരുന്നു. ഓ, ഒരു സുഖം. ഇതിനൊക്കെ പൈസയ്ക്ക് പൈസ തന്നെ വേണം. ഇത് മുറ്റത്തുനിന്ന് കുഴിച്ചെടുക്കുന്നതല്ല, അതറിയാവോ? ഓരോന്ന് നിനക്ക് ഒരു ചിന്തയില്ല കേട്ടോ. നിന്റെ കെട്ടിയവൻ തന്നെയാണ് ഗൾഫിൽ കിടന്ന് വെയിലത്ത് അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവൻ അങ്ങനെ അയച്ചു തരുന്ന പൈസയാ. അതിന് എന്തെങ്കിലും ഒരു വില നീ കാണിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് ചിലവാക്കുക. നേരത്തെ ആ സാധനം മേടിക്കാൻ പോയ സമയത്ത് ആ 60 രൂപ കൊടുത്ത് ജ്യൂസ് കുടിച്ചില്ലേ? അതിൻ്റെ കൂടെ ഒരു കുറച്ച് പൈസ കൂടെ കൂട്ടിയിട്ട് നിനക്ക് ഈ പാഡ് മേടിച്ചുകൂടായിരുന്നോ? അവളപ്പോൾ ജ്യൂസ് കുടിച്ചു. എല്ലാത്തിനും നിനക്ക് പൈസ തന്നിട്ട് എൻ്റെ കുഴപ്പമത്. ഇനി മുഖം കയറ്റി പിടിച്ചോണ്ട് നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് മാത്രമാവും പിന്നെ കുറ്റം. ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ പൈസ ഇരിപ്പുണ്ട്, അതെടുത്ത് പോയി വാങ്ങിക്കാൻ നോക്ക്. പിന്നെ ഓട്ടോയ്ക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കുടയും എടുക്കുക, പിന്നെ ഒരു ചെറിയ ഉപ്പിയിൽ വെള്ളം എടുത്തിട്ട് അങ്ങ് നടന്നാൽ മതി. ഒരു കുഴപ്പമില്ല. എല്ലാവരും നടന്നേക്കുക. എല്ലാവരും ഓട്ടോയിലൊന്നും അല്ല ഇങ്ങനെ പോകുന്നത്. അങ്ങനെയുള്ള സുഖങ്ങളൊന്നും വേണ്ട. നടന്നങ്ങ് പോയി മേടിച്ചോണ്ട് പോകും. അധികം അകലമൊന്നും അല്ലല്ലോ. പോയി മേടിച്ചിട്ട് വരാൻ നോക്ക്. എപ്പോഴും ചിലവ് തന്നെ. മോളെ ബീനമോളെ, എന്താ ചേച്ചി?
ഗ്യാസിൻ്റെ ആൾക്കാരെ വിളിച്ചപ്പോൾ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ആളെ പൈസ ഒന്നും ഇരിപ്പില്ല മോളെ. ഒരു 1200 രൂപ ഒന്ന് സഹായിക്കാവോ? വൈകുന്നേരം ചേട്ടൻ പണി കഴിഞ്ഞ് വരുമ്പോൾ തരാം. അയ്യോ ചേച്ചി, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഒന്ന് പോയാ ചേച്ചേ, തമാശ പറയല്ലേ. സമയമില്ല തമാശ കേൾക്കാൻ. മോളുടെ ഭർത്താവ് ഗൾഫിലല്ലയോ, എന്നിട്ട് കയ്യിൽ പൈസ ഇല്ലെന്നോ? ഞാൻ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞ സത്യേച്ചി, കാര്യം ഗൾഫുകാരൻ്റെ ഭാര്യയൊക്കെയാണ്. പക്ഷെ ചേട്ടായി പൈസ അയക്കണത് അമ്മയുടെ പേരില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. ചിലവും കാര്യമൊക്കെ അമ്മയാ നോക്കണേ. അയ്യേ, അവൻ അത്രയും കിഴങ്ങനാന്നോ? സ്വന്തം ഭാര്യയ്ക്ക് പൈസ അയക്കാണ്ട് അമ്മയ്ക്ക് പൈസ അയക്കാൻ? അയ്യയ്യേ. അയ്യോ ചേട്ടായിനെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണ് അത്. ചേട്ടായിക്ക് അതോടുകൂടി എന്നോടുള്ള വിശ്വാസം പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചിക്ക് പൈസ വേണമെങ്കിൽ ഞാൻ അമ്മയോട് ചോദിക്കാം, അല്ലെ ചേച്ചി ചോദിച്ചു അമ്മ തരും. എൻ്റെ പൊന്നോ വേണ്ട. നിന്റെ അമ്മായിമ്മേനെ പോലെ ഇത്രയും ഒരു പിശുകിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ ഈ നാട്ടിലില്ല. ഞാനിപ്പോൾ ഈ പൈസ ചോദിച്ചാൽ അങ്ങോട്ട് ചെന്നെന്ന് വിചാരിക്കും ഈ നാട് മൊത്തം പാട്ടാക്കും ഞാൻ കടം ചോദിച്ചെന്നും പറഞ്ഞ്. എൻ്റെ പൊന്നോ വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ശരി കേട്ടോ മോളെ. പിന്നെ മോളെ മോക്കും വല്ല പൈസയ്ക്ക് ആവശ്യമായിട്ട് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം കേട്ടോ. ശരി എന്നാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ നാത്തൂനെ. അമ്മച്ചി ശരി എന്നാ. എന്തായാലും ഇത്രയും നേരമായില്ലേ ചേച്ചി, ഇനിയിപ്പം നാളെ പോവാം. അയ്യോ ഇന്ന് നിൽക്കാൻ പറ്റൂല. ഞാൻ ഇച്ചാരോട് ഇന്ന് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടാ അവിടെ നിന്ന് ഇറങ്ങിയ. പിന്നെ രാവിലെ എഴുന്നേറ്റ് അമ്മച്ചി ഒന്ന് കാണാൻ തോന്നി, അതാ പിന്നെ ഇങ്ങോട്ട് വന്നേ. പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് വന്നൊന്നുമല്ല. നടി ഇത് എൻ്റെ കയ്യിൽ വെച്ചോ. എന്നാ. അയ്യോ എൻ്റെ കയ്യിലുണ്ട് അമ്മച്ചി പൈസ. ഇച്ചാൻ ഇറങ്ങാൻ നേരത്ത് ഒരു 1000 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെനിക്ക് ചിലവായൊന്നുമില്ല. ഞാനിവിടെ കൂടി ആപ്പിൾ ഓറഞ്ച് എന്തെങ്കിലും മേടിച്ചിട്ട് വന്നുള്ളൂ, ഒന്നും ചിലവായില്ല. പിന്നെ പൈസക്ക് എങ്ങനെ ദാരിദ്ര്യമൊന്നും ഇല്ല. എന്ന് വെച്ചാലേ ഇച്ചാൻ പൈസ ശമ്പളം കിട്ടിയാൽ മൊത്തം കൂടെ എൻ്റെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് ഇടും. പുള്ളിക്ക് ചിലവാക്കണേനൊന്നും ഇഷ്ടമില്ല. എന്നിട്ട് മാസം ഓരോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നിന്നും കൂടി ചോദിക്കും. എൻ്റെ അക്കൗണ്ടിലാണ് ഇച്ചാൻ്റെ ശമ്പളം മൊത്തം കിടക്കണത്. അതുകൊണ്ട് എനിക്കങ്ങനെ പൈസയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അങ്ങനെയാ നല്ല ഭാര്യമാരുള്ള ഭർത്താക്കന്മാർ. ആ ഭർത്താക്കന്മാരെ ആണുങ്ങൾക്ക് വിശ്വാസമായിരിക്കും ഭാര്യമാരുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് സുരക്ഷിതമായിരിക്കുമെന്ന്. അല്ലാണ്ട് ചിലരെ പോലെ ഭാര്യമാർ വിശ്വാസമില്ലാണ്ട് അമ്മയുടെ പേരിൽ പൈസ അയക്കത്തില്ല. എന്നാലും നീ ഇത് കയ്യിൽ വെച്ചോ. നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ. നിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അറിയാം, എന്നാലും ഇത് ഇരുന്നോട്ടെ. അമ്മയുടെ ഒരു സന്തോഷമല്ലടി മോളെ, ഇത് കയ്യിൽ വെച്ചേക്ക്. അയ്യോ വേണ്ട അമ്മച്ചി വേണ്ട. വാങ്ങിച്ചു ചേച്ചി, കയ്യിൽ 10 പൈസ ഇല്ലാത്തതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മച്ചി സന്തോഷത്തോടെ തരുന്നതല്ലേ, വാങ്ങിച്ചു. എന്നാ ശരി താമച്ചി. ഞാനെന്നാ ഇറങ്ങട്ടെ കേട്ടാ, ഇനി നിന്ന് സമയം പോവും. ശരി എന്നാ.